ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ധ്യാനിച്ച ശതാധിപൻ്റെ ഭക്തൻ്റെ സൗഖ്യത്തിന് വേണ്ടിയുള്ള ശതാധിപൻ്റെ ശ്രമം, അവനെ സഹായിക്കുന്ന യഹൂദ പ്രമാണികളുടെ ആ നല്ല മാതൃക, അതിനെക്കുറിച്ചുള്ള തുടർച്ചയാണ് ഇന്ന്. ആ ശതാധിപന് ഈ ഒരു സമ്മാനം വാങ്ങിക്കൊടുക്കാൻ അവന് അർഹതയുണ്ട് എന്ന് യഹൂദ പ്രമാണികൾ പറഞ്ഞ ഉടനെ യേശു അവരുടെ കൂടെ പുറപ്പെട്ടുവെന്ന് ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 5-ാം തിരുവചനത്തിൽ നമ്മൾ കണ്ടു. ഇനി 6-ാമത്തെ തിരുവചനത്തിലാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നത്. അവൻ വീടിനോട് അടുക്കാറായപ്പോൾ ആ ശതാധിപൻ തൻ്റെ സ്നേഹിതരിൽ ചിലരെ അയച്ച് അവനോട് പറഞ്ഞു, കർത്താവേ, അങ്ങ് ബുദ്ധിമുട്ടേണ്ട, അങ്ങ് എൻ്റെ വീട്ടിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. എന്തുകൊണ്ട് ഇവർ സ്നേഹിതരെ അയച്ചത്? യഹൂദരുടെ അധികാരികളാണ് റോമക്കാർ. റോമ സാമ്രാജ്യത്തിൻ്റെ കീഴിലാണ് ഈ ഇസ്രായേൽ നാട്ടിലെ യഹൂദർ. അവിടുത്തെ പട്ടാളക്കാരുടെ 100 പേരുടെ അധിപനാണ് ഈ ശതാധിപൻ. അവൻ നേരിട്ട് വന്ന് യേശുവിനോടോ ജനങ്ങളോടോ സംസാരിച്ചാൽ ഒരു നിയമലംഘനമുണ്ടാകും, അവരുടെ പ്രോട്ടോക്കോൾ ലംഘനമുണ്ടാകും. ആ സ്ഥാന മഹിമയ്ക്ക് ചേർന്നതല്ലാതെ വരുമെന്നുള്ളതുകൊണ്ട് പരിഹാരം അയാൾ കണ്ടു. സ്നേഹിതരിൽ ഒരാളെ അയച്ചു. ഭൃത്തിൽ ഒരാളെ അല്ല അയച്ചത്, സ്നേഹിതരിൽ തന്നെപ്പോലെ തന്നെ ഒരാളെ, തൻ്റെ സുഹൃത്തിനെ അയച്ചു, അല്ലെങ്കിൽ സുഹൃത്തുക്കളിൽ ചിലരെ അയച്ചു. എന്നിട്ട് അവൻ്റെ ഒരു ഏറ്റുപറച്ചിലാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഏറ്റുപറച്ചിൽ. കർത്താവെ, അങ്ങ് ബുദ്ധിമുട്ടേണ്ട, അങ്ങ് എൻ്റെ വീട്ടിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. യേശുവിനെക്കുറിച്ച് കേട്ടറിഞ്ഞതേ ഉള്ളൂ. യേശു ദൈവപുത്രനാണെന്ന് ആൾക്ക് അറിഞ്ഞുകൂടാ. യേശു ദൈവത്താൽ അയക്കപ്പെട്ട ദൈവപുത്രനായ, ദൈവത്തിൻ്റെ ഏകപുത്രനായ രക്ഷകനാണ് എന്ന് അവൻ അറിഞ്ഞുകൂടാ. എന്നിട്ട് പോലും അവനെക്കുറിച്ച് കേട്ടതിലൂടെ കിട്ടിയ വിശ്വാസം, കേട്ടറിവിലൂടെ ഉണ്ടായ വിശ്വാസത്തിൻ്റെ ജ്വലിക്കുന്ന നിറവിൽ നിന്നുകൊണ്ട് അവൻ പറയുന്നു, അങ്ങ് എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അയോഗ്യതാബോധം എന്ന് പറയുന്നത് അപകർഷതയല്ല, അത് ദൈവ പൈതങ്ങൾക്ക് ചേർന്ന് പോകുന്ന, അവർക്ക് ഏറ്റവും അവരിലുണ്ടാകേണ്ട ഒരു സുഹൃതമാണത്. എളിമയെന്ന് പറയും. എളിമയെന്ന് പറയുന്നത് ദൈവാനുഗ്രഹം പ്രാപിക്കാനായിട്ടുള്ള യോഗ്യത എനിക്കുള്ളതുകൊണ്ട് ഫരിസയൻ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുന്ന ആളല്ല ഇയാൾ. ഫരിസയൻ താൻ ചെയ്യുന്ന പുണ്യപ്രവൃത്തിയുടെ ഫലമായി ഈ അനുഗ്രഹത്തല്ല താൻ യോഗ്യനാണെന്നാണ് പറയുന്നതെങ്കിൽ ഇവിടെ അങ്ങനെയല്ല. പുണ്യപ്രവൃത്തികളൊന്നും പറയാനില്ല, ഇയാൾക്ക് പറഞ്ഞിട്ടുമില്ല. പക്ഷേ ഒറ്റ കാര്യമുള്ളൂ, വിശ്വാസം. അത് വിശുദ്ധമായ, നിറഞ്ഞ, ശുദ്ധമായൊരു വിശ്വാസമാണ്. അതുകൊണ്ടാണ് എൻ്റെ വീട്ടിൽ അങ്ങ് പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ലെന്ന് പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു, അങ്ങേ നേരിട്ട് സമീപിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ലെന്ന് ഞാൻ വിചാരിച്ചു. പ്രോട്ടോക്കോൾ മാത്രമല്ല ഇപ്പോൾ ഇവിടെ അദ്ദേഹം ഏറ്റു പറയുന്നത്, അങ്ങയുടെ മുമ്പിൽ വരാനുള്ള യോഗ്യത എനിക്കില്ല. ഐ എം നോട്ട് വർത്തി ടു സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് യു. ഞാൻ നിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കാനുള്ള യോഗ്യതയില്ലാത്ത ആളാണ്. എന്നിട്ട് പറഞ്ഞു, അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ഭൃത്യൻ സുഖം പ്രാപിച്ചുകൊള്ളും. അതായത് ഒരുപക്ഷെ യേശുവിൻ്റെ കൂടെ നടക്കുന്ന അപ്പസ്തോലന്മാരിൽ ഒരാൾക്ക് പോലും അതുപോലെ വിശ്വാസം ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നില്ല. അപ്പസ്തോലന്മാരുടെ തലവനായ പത്രോസിന് ഇതുപോലൊരു വിശ്വാസം ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരിക്കൽ പത്രോസ് തൻ്റെ വിശ്വാസം പ്രകടിപ്പിച്ചു. വെള്ളത്തിൽ മുഴുക്കിട്ട് നടക്കാനായിട്ട് യേശുവിനോട് പറഞ്ഞു, എന്നോട് പറയൂ, ഞാൻ നടക്കാം. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ വിശ്വാസം ബലഹീനമായിട്ട് താഴെ പോയി, വെള്ളത്തിലിറങ്ങി താന്നുപോയി. അപ്പോൾ ഈ ശതാധിപനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ വിശ്വാസം ആഴമുള്ളതുമാണ്, ഒത്തിരി വലുതുമാണ്. എന്നിട്ട് അതിന് കാരണം അയാൾ പറയുക, കാരണം ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ടവനാണ്, എൻ്റെ കീഴിലും പടയാളികളുണ്ട്. ഞാൻ ഒരുവനോട് പോവുക എന്ന് പറയുമ്പോൾ അവൻ പോകുന്നു, വേറെ ഒരുവനോട് വരിക എന്ന് പറയുമ്പോൾ അവൻ വരുന്നു, എൻ്റെ ദാസനോട് ചെയ്യുക എന്ന് പറയുമ്പോൾ അവൻ ചെയ്യുന്നു. യേശു ഇത് കേട്ട് അവനെപ്പറ്റി വിസ്മയിച്ച് തന്നെ അനുഗമിച്ചൊരു ജനക്കൂട്ടത്തിൽ നേരെ തിരിഞ്ഞ് ഈശോ പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറയുന്നു, ഇസ്രായേലിൽ പോലും ഇതുപോലുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. അയക്കപ്പെട്ടവൻ തിരിച്ചു ചെന്നപ്പോൾ ആ ഭൃത്യൻ സുഖപ്പെട്ടിരിക്കുന്നതായിട്ട് കണ്ടു. മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നത് ഇത് അരുളി ചെയ്ത സമയത്ത് തന്നെ അവന് സൗഖ്യം കിട്ടിയെന്നാണ്. ഇത് ബൈബിൾ ഭാഗം മത്തായിയുടെ സുവിശേഷത്തിലുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത് ഇത് പറഞ്ഞ സമയത്ത് തന്നെ അവന് സൗഖ്യം കിട്ടി, ആ ഭൃത്തിന് സൗഖ്യം കിട്ടി. അത് ഒന്ന് ആലോചിച്ച് നോക്കിക്കുക. ഭൃത്തിൻ്റെ മേൽ ഈശോ കൈകൾ വെച്ചിട്ടില്ല, ഭൃത്തിൻ്റെ അടുക്കൽ ചെന്ന് ഈശോ വചനം പറഞ്ഞിട്ടില്ല, വിദൂരത്താണ്.
ഓൺ ദ വേ ടു ദാറ്റ് ഹൗസ്, ആ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. പക്ഷെ അവിടെ വെച്ച് ഈ ശതാധിപൻ്റെ വിശ്വാസ പ്രഖ്യാപനവും എളിമയും അയോഗ്യതാബോധവും എല്ലാം കൂടെ, അപകർഷതയല്ല, അയോഗ്യതാബോധം, താൻ ദൈവത്തിൻ്റെ മുമ്പിൽ ഒന്നുമല്ല എന്നുള്ള ചിന്ത, ഇതുപോലെ ഇരിക്കുന്ന ഒരു യേശു ദൈവമാണെന്ന് അറിഞ്ഞുകൂടെങ്കിലും ഒരു ഉന്നത വ്യക്തിയുടെ മുമ്പിൽ താനൊന്നുമല്ല എന്നുള്ള ആ ഒരു ചിന്ത, അത് ഒക്കെ ഏറ്റുപറഞ്ഞ നിമിഷം ഇതാ അവൻ്റെ വിശ്വാസത്താൽ ഭൃത്യൻ സുഖം പ്രാപിക്കുന്നു. അതും വിദൂരത്തിരിക്കുന്നത് ഭൃത്യൻ സുഖം പ്രാപിക്കുന്നു. ഒരിക്കലൊരു ഞാൻ ഡൽഹി ഫരീദാബാദ് ധ്യാന കേന്ദ്രത്തിൽ 997 മുതൽ 2007 മുതൽ 2010 വരെ ഉണ്ടായിരുന്നു. ഞാൻ 3 വർഷം അവിടെ ആയിരുന്ന കാലത്ത് ഒരു പഞ്ചാബി സിഖുകാരൻ എൻ്റെ അടുക്കൽ ഒരു പ്രാർത്ഥനാ നിയോഗവുമായിട്ട് വന്നു. എനിക്ക് അദ്ദേഹത്തെ എവിടെയോ കണ്ടു പരിചയമുണ്ടല്ലോ എന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് അദ്ദേഹം എന്നോട് ചോദിച്ചു, എന്നെ മനസ്സിലായില്ലെന്ന് ചോദിച്ചു. ഇല്ലെന്ന് പറഞ്ഞു. ഞാനാണ് ബോംബെ ബാൻഡ്രയിലുള്ള മൗണ്ട് മേരി പള്ളിയിൽ വെച്ച് ഫാദറിനെ കണ്ടത്. അപ്പോൾ ഫാദർ എന്നെ താബോർ ധ്യാന കേന്ദ്രം ബോംബെ കല്യാണിലേക്ക് വിളിച്ചു. ഞാൻ അവിടെ വന്ന് താബോറിൽ വന്ന ഒരാഴ്ച ഒരു ധ്യാനമൊക്കെ കൂടി. അപ്പോൾ ഞാൻ ചോദിച്ചു, പിന്നീട് താബോറിലെങ്ങാനും പോയോ? താബോറിൽ പിന്നെ 100 കണക്കിന് തവണ പോയെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ടായി. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, എൻ്റെ പേരൊന്നും ഞാൻ മാറ്റിയിട്ടില്ല, പക്ഷേ എൻ്റെ ബാപ്റ്റിസ്മൽ നെയിം ഇതാണ് എന്ന് പറയുന്ന പേര് പറഞ്ഞു. അപ്പോൾ ഞാൻ ഞെട്ടിപ്പോൾ അദ്ദേഹം മാമോദിസ സ്വീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ ആദ്യം എൻ്റെ ഉള്ളിലൊരു സംശയം തോന്നി, എന്തുകൊണ്ട് അദ്ദേഹം മാമോദിസ സ്വീകരിച്ചു? മൗണ്ട് മേരി പള്ളി വന്ന് പ്രാർത്ഥിക്കാൻ കാരണം മാതാവിലൂടെ ഒരനുഗ്രഹം അവർക്ക് വേണം. എന്താണ്? മക്കളെ വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു, അവിടെ ഒന്നൊരു ധ്യാനം കൂടാൻ പറഞ്ഞു. മാതാവിൻ്റെ മധ്യസ്ഥതയിൽ തുടരണം, അത് നിർത്തരുത്. മാതാവിൻ്റെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിച്ചു. പറ്റുമെങ്കിൽ വേളാങ്കണ്ണി പള്ളിയിൽ പോയി ഒരാഴ്ച പ്രാർത്ഥനയിൽ ഇരിക്കാനും ഞാൻ പറഞ്ഞിരുന്നു. അതുപോയി. പക്ഷേ താബോർ വന്ന് ധ്യാനം കൂടിയ അവസരത്തിൽ അദ്ദേഹത്തിന് അത്ഭുതകരമായൊരു ദൈവാനുഭവം ഉണ്ടായി. ഒരു സ്വർഗീയ ദർശനമുണ്ടായി. മാതാവ് ഒരു കുഞ്ഞുമായിട്ട് തൻ്റെ മുമ്പിൽ നിൽക്കുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം മാതാവിൻ്റെ പുറകിലുള്ളൊരു വലിയ പള്ളി കണ്ടു. അത് മൗണ്ട് മേരി പള്ളിയായിരുന്നു. അപ്പോൾ പള്ളിയുടെ മുമ്പിൽ ചെന്ന മാതാവിനോട് ഈശോ ഇന്നലെ കാണിച്ചു തന്ന ആ സന്ദേശപ്രകാരം എനിക്ക് കുഞ്ഞിനെ തരണേന്ന് പ്രാർത്ഥിച്ചു. കൊച്ചിനെ കിട്ടി. അതൊക്കെ കഴിഞ്ഞ ശേഷം ഡൽഹിയിൽ ഇപ്പോൾ എൻ്റെ അടുക്കൽ വന്നിരിക്കുക എന്തിനാണ്? ആ കുഞ്ഞിനിപ്പോൾ 6 എനിക്ക് തോന്നുന്നു 4-5 വയസ്സായെന്ന് തോന്നുന്നു. അതെ, ഇല്ല 4-5 വയസ്സായിട്ടില്ല. ഇല്ല, 6 മാസം പ്രായം കൊണ്ടേ ഉള്ളൂ. 6 മാസം പ്രായമുള്ളൂ. 6 മാസം പ്രായമായ കുഞ്ഞിന് ഇപ്പോൾ ആസ്മയാണ്, വലിവാണ്. കൊച്ചിന് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല, ആശുപത്രിയിലാണ്. എന്നോട് ഈ സിഖുകാരനായിരുന്ന ഇപ്പോൾ മാമോദിസ സ്വീകരിച്ച് എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഈ വിശ്വാസി എന്നോട് പറഞ്ഞൊരു വാചകമുണ്ട്. അച്ഛൻ ഇവിടെ നിന്ന്, ഞാൻ പറഞ്ഞു എനിക്ക് ഇന്ന് ആശുപത്രി നിങ്ങളുടെ കൂടെ വരാനൊന്നും നിർവാഹമില്ല, കാരണം ഇവിടെ എനിക്ക് ഒത്തിരി ധ്യാനങ്ങളുണ്ട്. അപ്പം പറഞ്ഞു ഒന്നും വേണ്ട, ഇവിടെ നിന്ന് യേശുവിനോടൊന്ന് പ്രാർത്ഥിക്കുക, മാതാവിൻ്റെ സഹായം എനിക്ക് വേണ്ടി ഒന്ന് തേടുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഉടനെ വളരെ ആത്മാർത്ഥതയോടെ അവിടെ നിന്ന് ഞാൻ ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. കൊച്ചിന് വേണ്ടി പ്രാർത്ഥിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് അദ്ദേഹം എൻ്റെ കൂടെ, ഞാൻ അത് കഴിഞ്ഞ് നന്മ നിറഞ്ഞു പറയും എന്ന പ്രാർത്ഥന ഇംഗ്ലീഷ് ചൊല്ലി അദ്ദേഹം എൻ്റെ കൂടെ നന്മ നിറഞ്ഞു പറയും, അത് ഹിന്ദിയിലാണ് ചൊല്ലിയത്, അത് ചൊല്ലിക്കൊണ്ടിരുന്നു. ഞങ്ങളങ്ങനെ ഒരു കൊന്തയുടെ ഒരു രഹസ്യം ചൊല്ലാനാണ് ഞാൻ ആലോചിച്ചതെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ പരിശുദ്ധ തമ്പുരാൻ്റെ അമ്മയെ തുടങ്ങിയ പ്രാർത്ഥനയിലെ വലിയ തീക്ഷ്ണത കണ്ടപ്പം എനിക്ക് ജപമാല തുടരാൻ തോന്നിച്ചു. ഞാൻ പറഞ്ഞു, പള്ളി കയറി ഇന്ന് പ്രാർത്ഥിച്ചാലോ? ശരി. അങ്ങനെ ഞങ്ങൾ വൈദികർ മാത്രം ഇന്ന് പ്രാർത്ഥിക്കുന്ന ചാപ്പൽ അവിടെയുണ്ട്. അതിൻ്റെ അകത്തേക്ക് കയറി ഞങ്ങളവിടെ മുട്ടുകുത്തി. എന്ത് തീക്ഷ്ണതയിൽ അദ്ദേഹം വന്നില്ലെന്ന്. 2ാമത്തെ രഹസ്യം വല്ല അദ്ദേഹം ഇംഗ്ലീഷ് ചൊല്ലാൻ തുടങ്ങി. അദ്ദേഹത്തിന് ഫ്ലുവൻ്റായിട്ട് ചൊല്ലാൻ പറ്റുന്നത് ഹിന്ദിയാണെങ്കിലും ഇംഗ്ലീഷായിട്ട് കൂടെ ചൊല്ലാൻ തുടങ്ങി. അദ്ദേഹം വളരെ മനോഹരമായിട്ട്, ഞാൻ എന്നിട്ട് ഓരോ വചനങ്ങൾ ഏറ്റവും പറയുമ്പോൾ അദ്ദേഹം ആമേൻ ആമേൻ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഈ ജപമാലയെല്ലാം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം എന്നോട് ചോദിച്ചു, എനിക്കൊരു അപേക്ഷയുണ്ട്. അപ്പം ഞാനോ തന്നെ വീട്ടിൽ കൊണ്ടുപോകാനാണോ? അല്ല, എനിക്ക് അങ്ങനെ ഒന്ന് ഹഗ് ചെയ്യണം. അപ്പോൾ അദ്ദേഹത്തിന് നല്ല ലക്ഷ്യമാണ് ഉള്ളതെന്നുള്ളതുകൊണ്ട് ഞാൻ ഓക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ അദ്ദേഹത്തെ ഹഗ് ചെയ്യാൻ അനുവദിച്ചു. കുറച്ചിങ്ങനെ ഹഗ് ചെയ്ത് നിന്നതിന് ശേഷം ആ സമയത്ത് എനിക്ക് നല്ല അഭിഷേകം വരുന്നത്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഈശോ അത്ഭുതം പ്രവർത്തിച്ചു കഴിഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താണ്? ഈശോ ഈ സക്രാരിയിൽ നിന്ന്
മാതാവിനോട് എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടു. പുറത്തേക്ക് ഇറങ്ങി വന്ന് മാതാവിനോട് എന്തോ പറയുന്നു. മനുഷ്യരൂപത്തിൽ ഞാൻ കണ്ടത്, എനിക്ക് കണ്ണുകൾ കൊണ്ട് തുറന്നിരുന്ന കണ്ണുകൾ ഞാൻ കണ്ടെന്ന് പറഞ്ഞു. മാതാവ് ഉടനെ എൻ്റെ കുഞ്ഞിൻ്റെ നെഞ്ചത്ത് കൈവച്ച് അനുഗ്രഹിക്കുന്നത് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടു. അപ്പോൾ ഞാൻ കണ്ടത് മാതാവാണ് കൊച്ചിൻ്റെ നെഞ്ചത്ത് കൈവെക്കുന്നതെങ്കിലും യേശുവിന് ആണിപ്പഴുതുള്ള കരങ്ങളാണ് കൊച്ചിൻ്റെ മുകളിലിരിക്കുന്നത്. അതാണ് മാതാവിൻ്റെ വധസ്ഥയുടെ പ്രത്യേകത. ആ നിമിഷത്തിന് കൊച്ചിന് സൗഖ്യം കിട്ടി. പുറത്തിറങ്ങിയ ഉടനെ ഭാര്യയെ വിളിച്ചപ്പോൾ ഭാര്യ പറഞ്ഞു, കൊച്ചൊന്ന് ഞെട്ടി വിറച്ചു. അത് കഴിഞ്ഞ് പെട്ടെന്ന് കണ്ണു തുറന്നു, പിന്നെ എഴുന്നേറ്റിരുന്നു. ഇപ്പം വലിവില്ല, അസുഖമില്ലെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസം ബലമുള്ളതാകട്ടെ, ദൃഢമാകട്ടെ, ശക്തിയുള്ളതാകട്ടെ. രണ്ട് പ്രാർത്ഥിക്കാൻ, കർത്താവെ, നിറവുള്ള വിശ്വാസം കൊണ്ട് ഞങ്ങളെ വളർത്തണമേ. വിശ്വാസത്തിൽ നിരന്തരമായി വളരാൻ ഞങ്ങളെ സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ